ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. നമ്മളെല്ലാവരും വൈശാഖമാസം ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം 18-ാം തീയതി ആരംഭിച്ചതായ വൈശാഖമാസ ആരംഭം മെയ് മാസം 16-ാം തീയതി വരെ നമുക്ക് വൈശാഖമാസ വ്രതാനുഷ്ഠാനത്തിലാണ്. പല വിധത്തിലുള്ള വിജ്ഞാനം നമ്മൾ അറിയുന്നതോടുകൂടി ഭൗതികവും ശാസ്ത്രീയമായ വിജ്ഞാനം നമ്മൾ നേടണം. അതോടുകൂടി ആധ്യാത്മികമായ അറിവും കൂടി നേടുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണത്വത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതിനാൽ ആ വൈശാഖമാസം നമ്മൾ ആത്മീയമായ ജ്ഞാനം നേടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ്. മാത്രമല്ല, വൈശാഖമാസത്തിൽ പറയുന്നു, ദാനധർമ്മങ്ങളെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് പറയുന്നത്. ഒരു ദിവസമല്ല, ഒരു മാസം തന്നെ നമുക്ക് ദാനധർമാദികൾക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ പ്രമാണങ്ങളാകുന്ന 18 പുരാണങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിൽ 1-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ ശരശയ്യയിൽ കിടക്കുന്നതായ ഭീഷ്മപിതാമഹൻ ധർമ്മപുത്രർക്ക് ആ ജ്ഞാനം ഉപദേശിക്കുന്ന ഒരു വരികൾ അതിൽ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ദാനധർമ്മത്തെക്കുറിച്ച് വളരെയധികം ശ്രേഷ്ഠമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ. ഇങ്ങനെ വരുന്നതായ 5 ധർമ്മങ്ങൾ ആരാണോ മനുഷ്യജന്മത്തിൽ ആചരിക്കുന്നത്, ഭഗവത് ധർമാൻ, ഈ 5 ധർമ്മങ്ങൾ ആര് ആചരിക്കുന്നുവോ അവൻ നരൻ നാരായണനായി മാറുന്നു എന്നാണ് നമ്മുടെ പ്രമാണങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയും, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ദാനത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്ന് മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കേണ്ടത്, ഈ ശ്ലോകവും ഭാഗവതത്തിലും 18 പുരാണങ്ങളിലും അനേകം പ്രമാണങ്ങളിലും വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് മനുഷ്യജന്മത്തിൽ നാം യുവത്വകാലത്ത് കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന ധനത്തിൻ്റെ ഒരംശം നമ്മൾ ദാനമായിട്ട് കൊടുക്കണം. അത് അർഹതപ്പെട്ടവർക്ക്, ദീനരും ദരിദ്രരും ഈശ്വരൻ്റെ മക്കൾ തന്നെയാണ്. അവർക്ക് നാം ദാനം ചെയ്യാൻ, നമ്മൾ ആ ദാനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധർമ്മം തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ വരികൾ ഈ സമയത്ത് നമുക്ക് ഉദ്ധരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് മാത്രം വൈശാഖമാസത്തെപ്പറ്റി ഓർമ്മിപ്പിച്ചപ്പോൾ ദാനധർമ്മത്തെപ്പറ്റി നമ്മൾ വിട്ടുകളഞ്ഞാൽ അത് ഒരു പാപമായി തീരും. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ടും നമുക്ക് ആ ദാനധർമാദികൾ ആചരിക്കാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ കാലമാണ് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഭാഗവത ശ്രീ കേശവദാസ്. ഓം പരാശക്തി നമഃ.